ഹായ്, ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ കൃത്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ നെഗറ്റീവ് സിറ്റുവേഷൻസിലാണോ? എല്ലാ പ്രാക്ടീസും ചെയ്യും, പക്ഷേ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല, ഞാൻ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം ആകുന്നു. കഴിഞ്ഞ മാർച്ചിലായിരുന്നു ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരേക്കും പല നെഗറ്റീവ് സിറ്റുവേഷൻസിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ, അഫർമേഷൻ പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താ ഒരു മാറ്റം വരാത്തത് എന്നിങ്ങനെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ ചിന്തകളെല്ലാം ഞാൻ ആ സമയം തന്നെ ക്യാൻസർ എന്ന് പറഞ്ഞ് ഇല്ലാതാക്കി. ശക്തി എൻ്റെ ഉള്ളിലാണ്, എൻ്റെ ഹൃദയത്തിലാണ് ശക്തി. എന്നെ തോൽപ്പിക്കാൻ ഞാൻ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ, മറ്റാർക്കും സാധിക്കുകയില്ലായിരുന്നു. പൂർണ്ണ വിശ്വാസത്തോടു കൂടിയായിരുന്നു ഓരോ പ്രാക്ടീസും. അതിൻ്റേതായ ഒരുപാട് മാറ്റങ്ങൾ ഇന്നെൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഇന്ന് കാണുന്നവരെല്ലാം ചോദിക്കുകയാണ്, യൂട്യൂബ് ചാനലുണ്ടോ, ഇങ്ങനെയൊക്കെ വീഡിയോ എങ്ങനെ ചെയ്യുന്നു, നീ ആദ്യത്തെ പോലെയല്ലല്ലോ, നിനക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ സന്തോഷമുണ്ട്, എൻ്റെ കണ്ണ് നിറയുകയാണ്. കാരണം മറ്റുള്ളവരോട് ഒന്ന് സംസാരിക്കാൻ പോലും മടിയായിരുന്നു, പേടിയായിരുന്നു. എങ്ങനെ എനിക്കിത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കണ്ണുനീര് വരുന്നുണ്ട് കേട്ടോ. കാരണം ഒരാളുടെ അടുത്തിരുന്ന് ഒച്ചത്തിൽ സംസാരിക്കാനും അതേപോലെ ഇങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ പറയാനും എനിക്ക് കഴിയുമായിരുന്നില്ല. എന്നെ ആദ്യം, അതായത് ചെറുപ്പം മുതലേ കാണുന്ന ആൾക്കാർ പറയും, ഭയങ്കര അത്ഭുതമായിരിക്കുന്നു, ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്നുള്ളത്. അതെ, എൻ്റെ അഫർമേഷൻസിൻ്റെ പവർ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജീവിത സമ്പത്തും സമാധാനവും സമൃദ്ധി നിറഞ്ഞതായിരിക്കുന്നു. അതേപോലെ ഞാൻ എല്ലാവർക്കും ഒരു അത്ഭുതമായിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ, ഇതിൻ്റെ പവർ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് കാലങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആ മാനിഫെസ്റ്റേഷൻ നടക്കും. പക്ഷേ ബ്ലോക്ക് നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ വരുന്നത് കാരണം നമ്മുടെ നെഗറ്റീവ് ചിന്തകളാണ്. എങ്ങനെയാണ് നെഗറ്റീവ് ചിന്ത ഉണ്ടാകുന്നത്? ചിലപ്പോൾ നമ്മുടെ ചുറ്റിലുള്ളവർ നമ്മളോട് പറയുന്ന ചില വാക്കുകൾ നമ്മളെ വേദനിപ്പിക്കും. ഞാനിതെല്ലാം ചെയ്യുന്നല്ലോ, എന്നിട്ടും എനിക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള ചിന്ത വരുമ്പോൾ പ്രാക്ടീസുകളൊക്കെ നമ്മളെന്താവും, നിർത്തും. വീണ്ടും നമ്മൾ ആ പഴയയിലേക്ക് തന്നെ പോകും. പക്ഷേ പോവാതിരിക്കില്ല. നെഗറ്റീവ് സിറ്റുവേഷൻ ലൈഫിൽ വരും. പക്ഷെ അവിടുന്ന് നമ്മൾ എഴുന്നേൽക്കണം. ചുറുചുറുക്കോടെ എഴുന്നേറ്റ് വീണ്ടും ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷനൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ഗോളുണ്ടാവും അല്ലേ, ഒരു ലക്ഷ്യങ്ങളുണ്ടാവും. ലക്ഷ്യങ്ങൾ പെട്ടെന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗോൾ കാർഡ് എടുക്കുക, ചെറിയൊരു കാർഡ്. നിങ്ങൾക്ക് പെട്ടെന്ന് നടക്കാനിരിക്കുന്ന ഒരു ആഗ്രഹം, അതിൽ 1-2 ആഗ്രഹങ്ങൾ അത് എഴുതിയിട്ട് പേഴ്സിൽ സൂക്ഷിക്കുക. പോകുന്ന സ്ഥലത്തൊക്കെ അതെടുത്ത് ജസ്റ്റ് ഒന്ന് വായിക്കുക, ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക. വിഷ്വലൈസേഷൻ ചെയ്യാൻ നമുക്ക് വലിയ പാടൊന്നുമില്ല അല്ലേ. അപ്പോൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ വൈബ്രേഷൻ ലെവൽ ഉയരാൻ അത് സഹായിക്കും. അങ്ങനെയാണ് ഞാനൊരു ഐഫോൺ സ്വന്തമാക്കിയത്. ഐഫോൺ വാങ്ങാൻ എൻ്റെ കയ്യിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല. ഐഫോണിൻ്റെ വില എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ. അപ്പോൾ ഞാനത് ഇന്നും ഇതെൻ്റെ പേഴ്സിലിട്ട് കൊണ്ട് നടന്ന് ഞാൻ ഇന്നിത് മാനിഫെസ്റ്റ് ചെയ്യായിരുന്നു, പോകുന്നതും അതുപോലെ എനിക്കത് സാധിച്ചു എന്നുള്ളത് ഭയങ്കര ഒരു മിറാക്കിൾ പോലെയാണ് എനിക്കത് സാധിച്ചത്. അങ്ങനെ ഓരോ കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം എൻ്റെ ലൈഫിൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കൊണ്ട് സാധിച്ചു. കാരണം തളരാൻ ഞാൻ അനുവദിച്ചില്ല എന്നെ തളരാൻ. എന്നെ പരിഹസിക്കുന്നവർക്കും ഞാൻ ബ്ലെസ് ചെയ്തുകൊണ്ടിരുന്നു. എത്ര എന്നെ വേദനിപ്പിക്കുന്ന ആരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെ എപ്പോഴും ബ്ലെസ് ചെയ്യും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം ബ്ലെസ്സിങ് കൊടുക്കുന്നു അത്രയും ബ്ലെസ്സിങ് നമ്മുടെ ലൈഫിലേക്ക് വരും. അത് ശരിക്കും അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തളരാനല്ല, നമ്മൾ ഓരോ ദിവസവും മുന്നോട്ടാണ് നമ്മുടെ കാൽവെപ്പ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രാപഞ്ചിക നിയമമാണ്. പ്രപഞ്ചത്തിൻ്റെ നിയമം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പോൾ എല്ലാവരും പ്രാക്ടീസൊക്കെ കറക്റ്റായി ചെയ്യുക. ഇനി ആർക്കെങ്കിലും റൂട്ടീനായിട്ട് എങ്ങനെയാണ് ഈ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ള വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയുമായി ഞാൻ തീർച്ചയായും വരുന്നതാണ്. കമൻറ്റ് ബോക്സിൽ നിങ്ങളെല്ലാം കമൻറ്റ് അയയ്ക്കാം, ഞങ്ങൾക്ക് റൂട്ടീനായിട്ട് ഒരു പ്രാക്ടീസ് വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ അത് കറക്റ്റായിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, നിങ്ങൾ തളർന്നു പോകരുത്. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഉയർത്തെഴുന്നേൽക്കാനുള്ള ശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത് അല്ലേ. നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നു, ദൈവമേ എൻ്റെ ഇതൊന്ന് അസുഖം മാറ്റിത്തരണേ, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങൾ അങ്ങനെ വിടുവിക്കണം. ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കരുത്. നമുക്ക് കഴിവുണ്ട്, ഇത് മാറ്റിത്തരാനുള്ള ശക്തിയുള്ള ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ദൈവത്തോട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ശക്തി വരുന്നത്.
എന്നെ ഈ ഒരു ആപത്ഘട്ടത്തിൽ നിന്നും എന്നെ സഹായിച്ച ദൈവത്തിന് ഒരുപാട് നന്ദി എന്നൊക്കെ നമ്മൾ പറയും. നമുക്കുള്ളതിന് നമ്മൾ നന്ദി പറയുമ്പോൾ നന്ദി പറയാനുള്ള അവസരങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. രാവിലെ ഉണർന്ന ഉടനെ നിങ്ങൾ ചെയ്യേണ്ടതാണ് എപ്പോഴും നമുക്കുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം അപ്ഗ്രേഡ് ചെയ്യാൻ സഹായിക്കും. എഫർമേഷൻ എഴുതുക, പറയുക, ഗോൾ എഴുതി വെക്കുക, വിഷ്വലൈസേഷൻ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആരും പതറിപ്പോകരുത്, വീണുപോയതിൽ നിന്ന് ഉയർത്തു വരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു ടോപ്പിക്കുമായി വേറൊരു സമയം. ബൈ.